നമസ്കാരം, ഞാൻ സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടിയും പഴവും കൊണ്ട്, പഴം ഏത് പഴം ആയാലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിലുള്ള ഏത് പഴം വെച്ചിട്ട് വേണമെങ്കിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറുത്ത ഹൽവ എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുറച്ച് ദിവസം കേടുകൂടാതിരിക്കുന്ന രീതിയിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായി 2 കപ്പ് ഗോതമ്പ് പൊടി ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 കപ്പ് വെള്ളം ചേർത്ത് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതായത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 2 കപ്പ് വെള്ളം, എടുക്കുന്ന പൊടിയുടെ ഇരട്ടി അളവിന് വെള്ളം ചേർത്തിട്ട് വേണം നമുക്കത് മിക്സ് ചെയ്തെടുക്കാൻ. കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കങ്ങോട്ട് മാറ്റിവെക്കാം. ഒരു അരമണിക്കൂറൊക്കെ ഇത് മാറ്റി വെച്ചിരുന്നാൽ നന്നായിട്ട് ഗോതമ്പ് പൊടി ഒന്ന് കുതിർത്ത് നല്ലൊരു പാകമായിട്ട് കിട്ടും കേട്ടോ. നമുക്കൊരു അരമണിക്കൂർ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഞാൻ അതിലേക്ക് ഒരു 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 500 ml 1/2 ലിറ്റർ വെള്ളവും ചേർത്ത് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. നല്ല ലൂസായിട്ടുള്ള പാകത്തിന് തന്നെയാണ്. ഒന്ന് ഒരിക്കൽ നന്നായിട്ട് തിളച്ച് കട്ടകളൊക്കെ ഒട്ടുമില്ലാതെ അലിഞ്ഞു വരുന്ന പാകമാകുമ്പോൾ നമുക്കത് അരിച്ച് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് പഴമാണ്. ഞാൻ 3 പഴം, വലിയ പഴമായതുകൊണ്ട് 3 എടുത്തിട്ടുണ്ട്. ചെറുപഴമാണെന്നുണ്ടെങ്കിൽ 5 വരെയൊക്കെ എടുക്കാം കേട്ടോ. അതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോൾ ഞാൻ 1 തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ട്. അതിന്റെ 2ാം പാലാണ് ഈ പഴം അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചേർത്തത് കേട്ടോ. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഗോതമ്പ് പൊടിയൊക്കെ നല്ല കുതിർന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറേശ്ശെ 2 ബാച്ചായിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. നല്ലപോലെ അടിച്ചതിന് ശേഷം ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഗോതമ്പ് പൊടിയെല്ലാം ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഗോതമ്പ് പൊടി കുതിർക്കാൻ വെക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ അരിപ്പൊടി, നേർത്ത അരിപ്പൊടി, പത്തിരിപ്പൊടി അല്ല, പത്തിരി ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന പൊടിയില്ലേ, പുട്ടുപൊടിയല്ല, ആ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഹൽവ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1ാം പാൽ അതും കൂടെ ചേർക്കാം. 500 ml 1/2 ലിറ്റർ തേങ്ങാപ്പാലും കൂടെ ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിയും പഴവും തേങ്ങാപ്പാലും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം നമുക്ക് ഫ്ലെയിം ഓണാക്കി ഇത് കുറുക്കിയെടുക്കാം. ഇതൊന്ന് കുറുകി വന്നതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് കുറുകി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കും. ശർക്കരയും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ കുറുക്കിയെടുക്കണം. തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും നന്നായിട്ട് കുറുകി വരാൻ. ഹൽവ എപ്പോഴും നമുക്ക് നല്ല പാകമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല കുറുകി എണ്ണയെല്ലാം നല്ല വിട്ട് വരണം ഇതിനകത്തുനിന്ന്. ഇതിലേക്ക് ഞാനൊരു 2 നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ, മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങി ആ ഒരു പാകമായപ്പോഴേക്കും നെയ്യ് ചേർത്തു. ഞാൻ ടോട്ടൽ ഒരു 100 ml നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു നെയ്യ് നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. കുറുകി വരുന്നതനുസരിച്ച് ചേർക്കാം. ഈ ഒരു സമയത്ത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര ചേർക്കുന്നത് ഹൽവയ്ക്ക് നല്ലൊരു കളറും നല്ലൊരു ടെക്സ്ചറും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു ടേബിൾ സ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ആവശ്യത്തിന് നെയ്യ് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇപ്പം ഞാൻ ചേർക്കുന്നുണ്ട്. നെയ്യും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും വെളുത്ത എള്ളും കൂടെ നെയ്യിൽ, 1 ടേബിൾ സ്പൂൺ നെയ്യിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
നെയ്യും വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വറുക്കാതെ ചേർക്കാം, പക്ഷെ വറുത്ത് ചേർക്കുമ്പോഴാണ് അത് നമ്മൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, ഡ്രൈ ഫ്രൂട്ട്സ് എന്തൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഹൽവ ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് എങ്കിലും ഇതുപോലെ എണ്ണയും നമ്മുടെ തേങ്ങാപ്പാലിലുള്ള എണ്ണയും നമ്മൾ ചേർത്ത നെയ്യും ഇതുപോലെ സെപ്പറേറ്റ് ആയതിനു ശേഷം മാത്രമേ ഹൽവ നമുക്ക് പാത്രത്തിലേക്ക് മറ്റു തണുക്കാനായിട്ട് പാത്രത്തിലേക്ക് മാറ്റി വെക്കാൻ പാടുള്ളൂ കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ഹൽവ നല്ല ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടത്തുള്ളൂ, ഹൽവയ്ക്ക് ടേസ്റ്റും ഉണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളിത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ വരും, ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസി ആയിട്ടിരിക്കും തണുത്ത് വരുമ്പോൾ. അപ്പോൾ എപ്പോഴും ഹൽവ ഉണ്ടാക്കുമ്പോൾ പെർഫെക്റ്റ് ഹൽവ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലെ എണ്ണയും നെയ്യും ഒക്കെ നല്ലപോലെ, തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ അതിലുള്ള വെളിച്ചെണ്ണ സെപ്പറേറ്റ് ആയി വരുന്നത് വരെ നന്നായിട്ട് കുറുക്കിയെടുക്കണം, എങ്കിൽ മാത്രമേ ഹൽവ നന്നായിട്ട് വരത്തുള്ളൂ കേട്ടോ. ഞാനിത് ഓവർനൈറ്റ് തണുക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തണുത്തതിന് ശേഷം എടുക്കുമ്പോഴായിരിക്കും ഹൽവയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണയൊക്കെ കട്ടി പിടിച്ചിട്ട് ഹൽവ ഭയങ്കര കട്ടിയായി പോകും. ഒട്ടും ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. സൂപ്പർ ടേസ്റ്റിയാണ്. ഗോതമ്പ് പഴവും ഒക്കെ കൂടെ നന്നായിട്ട് തേങ്ങാപ്പാലിലൊക്കെ കിടന്ന് മൂത്ത് വന്നതിൻ്റെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു ഹൽവയാണ്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്